ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ തന്നെ തൊട്ടപ്പുറത്ത് ഇതുപോലൊരു ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. ഒരു പാത്രം എടുക്കാം, അതിലോട്ട് 5 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാനിവിടെ എനിക്ക് കേക്കിന്റെ ഓർഡറും അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇത്ര അധികം ഉണ്ടാക്കുന്നത്. നിങ്ങൾ സാധാരണ ഒരു ഇതാണെങ്കിൽ 2 കപ്പ് ഷുഗർ സിറപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ മതിയാകും. പിന്നെ അത് കഴിയുമ്പോൾ വീണ്ടും ഉണ്ടാക്കുക. അപ്പോൾ ഇനി നിങ്ങൾ ഇതിന്റെ റേഷ്യോ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ 5 കപ്പ് പഞ്ചസാരയല്ലേ ഞാനിവിടെ ചേർത്ത് കൊടുത്തത്, അതേ കപ്പ് തന്നെ 5 കപ്പ് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എപ്പോഴും ഇത് ഇളക്കി കൊടുത്തുകൊണ്ട് ഇതാക്കൊന്നും വേണ്ട. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇത്ര ഇളക്കി കൊടുത്താൽ മതി. ഇനിയിപ്പോ ഇളക്കി കൊടുത്തുകൊണ്ട് നിന്ന് എഴുതിയിട്ട് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഷുഗർ പെട്ടെന്ന് മെൽറ്റ് ആവും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതിന്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ഇതിവിടെ നിൽക്കട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് തിളക്കോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ അതേ നമ്മളെ ഷുഗർ സിറപ്പ് ഒന്ന് തിളച്ചിട്ടുണ്ട്, ഷുഗർ ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതിന്റെ അടിയിൽ ഒരു 2 പ്രാവശ്യം ഒന്ന് വന്നിട്ട് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കും പിന്നെ പോകും അങ്ങനെ. അപ്പൊ നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട്. ഇത്ര തിളച്ചാൽ മതി. ഇങ്ങനെ വെട്ടി തിളക്കാനാകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ചൂടാറട്ടെ, അതിനുശേഷം നമുക്ക് മാറ്റി വെക്കാം. അപ്പൊ നമ്മുടെ ഷുഗർ സിറപ്പ് ചൂടൊക്കെ ആറിയിട്ട് ഞാനിതാ ഇങ്ങനെ ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ ബോട്ടിൽ, ഞാൻ ഈ ബോട്ടിലല്ല യൂസ് ചെയ്യല്, ഇതിൽ നിന്നാണ്. അത്രക്കും അധികം എടുക്കേണ്ടി വരുമ്പോൾ ഇതിൽ നിന്ന് യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ കേക്കിനും അങ്ങനത്തെ ഒരുപാട് ഉപയോഗങ്ങളില്ലേ, അതിനൊക്കെ ഞാൻ ഈ ഒരു ബോട്ടിലാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒരുപാട് ഉപകാരങ്ങളാണ് കേട്ടോ. അപ്പൊ എന്തൊക്കെയെന്ന് പറയാം. ശരിക്കും ഷുഗർ സിറപ്പിൻ്റെ ഉപയോഗങ്ങളെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഞാൻ എന്തുകൊണ്ടാണ് ഷുഗർ സിറപ്പ് സജസ്റ്റ് ചെയ്യാനുള്ളൊരു കാരണം കൂടെ പറയാം. ഇപ്പം നമ്മൾ വീട്ടിലേക്ക്, ഇപ്പോൾ എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ ഇവിടേക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ ഇപ്പോൾ ഒരു നാരങ്ങ വെള്ളം കലക്കുകയാണെങ്കിൽ പോലും ചിലപ്പോൾ മിക്സിയിലിട്ട് അടിക്കേണ്ടി വരും. ആ സമയത്തോട് കറണ്ടും ഉണ്ടാവില്ല, ആ പ്രത്യേക ടൈമാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ കലക്കന്നെ വേണം, പഞ്ചസാരയൊക്കെ എടുത്ത് കലക്കി കൊണ്ട് നിൽക്കണം. അപ്പത്തിന് മക്കളാകെ അലമ്പാക്കാരം. പിന്നെ അതേപോലെ ഈ പഞ്ചസാര കലക്കുന്ന സൗണ്ട് ആണെങ്കിലോ ഈ വീട് ടോട്ടല് നിറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു മടിയുണ്ട്, ആ സൗണ്ടിൻ്റെ അങ്ങനത്തെ കുറച്ച് മടിയുണ്ട് ഞാൻ എന്ത് ചെയ്തു, പഞ്ചസാര പൊടിച്ചെടുത്ത് വെക്കൽ തുടങ്ങി. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷേ ശരിക്കും അതൊരു അബദ്ധമായി പോയി. കാരണം എപ്പോഴും ഗസ്റ്റ് വരില്ല, പിന്നെ പഞ്ചസാര പൊടിച്ച് വെച്ചാൽ പെട്ടെന്ന് കട്ടായി പോവുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കേക്ക് ബേക്കിംഗ് പഠിക്കണതും പിന്നെ ഓർഡേഴ്സൊക്കെ കിട്ടൽ തുടങ്ങിയത്. അപ്പോൾ ഒരുപാട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കേണ്ടി വന്നു. അങ്ങനെ ഷുഗർ സിറപ്പ് ഒരുപാടായപ്പോൾ പിന്നെ എനിക്ക് ഇതിങ്ങനെ ഒരു ഐഡിയ തോന്നി, ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കേക്ക് ബേക്കിംഗ് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഇതുകൊണ്ട് ഉണ്ട് എന്നുള്ളത് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ഷുഗർ സിറപ്പ് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ലെമൺ വാട്ടർ ഉണ്ടാക്കുമ്പോൾ, കുലുക്കി സർവത്ത്, പിന്നെ അതേപോലെ ഐസ്ഡ് കോഫി, ഐസ്ഡ് ടീ, പിന്നെ ലെമണേഡ്, അതേപോലെ വേറെ കോൾഡ് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഉപകാരമാണ് ഈ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചതുണ്ടെങ്കിൽ. നമുക്ക് പിന്നെ ആ ഒരു കാര്യം നോക്കണ്ടല്ലോ. പിന്നെ അതേപോലെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഗ്ലേസിങ്ങിന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷുഗർ സിറപ്പിലൊന്ന് മുക്കിയെടുത്താൽ മതി. നമ്മൾ ഫ്രൂട്ട്സൊക്കെ നല്ല ഗ്ലേസിങ് കിട്ടും. ഇപ്പോൾ കേക്കിലൊക്കെ ഡെക്കോ ചെയ്യാനൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഷുഗർ സിറപ്പിലിട്ട് മുക്കിയാൽ തന്നെ നമുക്ക് നല്ല ഗ്ലേസിങ് കിട്ടും. പിന്നെ കേക്ക് മേക്കേഴ്സ് ആണെങ്കിൽ, അതായത് ബേക്കേഴ്സ് ആണെങ്കിൽ പെട്ടെന്നുണ്ട് നമുക്ക് ഷുഗർ സിറപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കേക്കൊക്കെ ഓർഡർ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന ആ ടൈമും കൂടെ നമുക്ക് ലാഭിക്കാം, നമ്മളിങ്ങനെ ഫ്രീ ആയി ഇരിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ. പിന്നെ ഇത് നല്ല ക്ലീൻ കണ്ടീഷനിൽ നല്ല ഇതിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിത് പുറത്ത് തന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ ഷുഗർ സിറപ്പ് പുറത്ത് തന്നെ എന്താണെങ്കിലും ഒരു 5-6 ദിവസം കേട് വരാതിരിക്കും. അല്ല നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ 1 മാസം 2 മാസമൊക്കെ കേട് വരാതെ തന്നെ ഇതിരിക്കും. പിന്നെ നമ്മൾ വീട്ടിലേക്ക് ആവശ്യത്തിനനുസരിച്ച് മാത്രം ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ 5 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ആവശ്യമാണ്, കാരണം എനിക്ക് അത്ര ആവശ്യമുണ്ട്. അതേപോലെ നിങ്ങൾ ഇപ്പോൾ ഒരു വീട്ടിൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് എത്രത്തോളമാണ് ആവശ്യം ഉണ്ടാവുക എന്നുള്ളത്. കുറച്ച് ദിവസത്തിനുള്ളിൽ കണ്ടെങ്കിൽ
ചെയ്തങ്ങാണ്ട് ഉണ്ടാക്കി വെക്കുക. അപ്പം ഞാൻ ചെയ്ത മാതിരി ഒരുപാട് ഉണ്ടാക്കിങ്ങാണ്ട് പിന്നെ അത് വേസ്റ്റ് ആക്കി കളഞ്ഞിട്ട് പുതിയാപ്പിളാരൊക്കെ അടി വാങ്ങിങ്ങാണ്ട് സങ്കടപ്പെട്ട് എന്നെ പ്രാകരുത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കി വെക്കുക. അങ്ങനെ ആകുമ്പോൾ അത്ര വേസ്റ്റും വരില്ല, കേടുവന്ന് പോകില്ല, ഒന്നുമില്ല. അത്യാവശ്യം കുറച്ച് ദിവസമൊക്കെ പുറത്തായിട്ടും ഫ്രിഡ്ജിലൊക്കെ ആയിട്ടും നമുക്കിത് സൂക്ഷിച്ച് വെക്കാവുന്നതുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്താണെങ്കിലും ഉപകാരപ്പെടും. നിങ്ങളുടെ ടൈം ഒരുപാട് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ശരി, താങ്ക് യു.